ഹലോ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു ദ വൺ ആൻഡ് ഓൺലി ഷവമി പാഡ് 8 Pro. Good morning ladies and gentlemen, welcome to your favorite ഇത് ചൈനയിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായി. ആൻഡ് ഇത് ഒഫീഷ്യലി ഗ്ലോബലിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യ ഉള്ള ഗ്ലോബലാണോ എന്ന് എൻ്റെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യ ഈ വർഷം ഒരുപാട് ഷവമി പ്രോഡക്ട്സ് ഇറക്കും എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, ഇറ്റ് വിൽ ബി ടി വി, ഒരുപാട് അല്ലാത്ത പ്രോഡക്ട്സുകളൊക്കെ ഇറങ്ങുന്നത്. ഐ ഫീൽ ദിസ് മൈറ്റ് കം ടു ഇന്ത്യ. ഒന്നെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ 8 വരും, ഷവമി പാഡ് 8. റെഡ്മി പാഡല്ല, ഷവമി പാഡ്. ഇത് വന്നാൽ നന്നായിരിക്കും. പക്ഷെ വന്നാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ വില കൂടണടേ. ഇപ്പം തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് കിട്ടിയ ന്യൂസാണ്, OnePlusൻ്റെ 15R 45,000 രൂപയായിരുന്ന സാധനത്തിന് ഇപ്പം ബേസ് വേരിയൻറ്റിന് 51,000 രൂപയാക്കി അവന്മാർ. ഈ വില കൂടുന്നത് ഞാൻ പറയില്ല, ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതാണ്. അതായത് ഇനി എല്ലാം വില കൂടും, ഇനി എല്ലാം വില കൂടും എന്ന് പറഞ്ഞിട്ട് ഇതുമാതിരി മറ്റൊന്നിന് ഭയങ്കര ഡിമാൻഡാണ്, ചിപ്സെറ്റ് ഇല്ല, എന്തൊരു റാം ഇല്ല എന്നൊക്കെ പറയണ തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാമിന് ഡിമാൻഡ് കൂടി. ഈ AI വന്നോടെ റാമിന് ഡിമാൻഡ് കൂടി. ഏറ്റവും വില കുറഞ്ഞൊരു സാധനമായിരുന്നു ഈ SSDയും റാമും. പൊതുവെ ബാക്കിയുള്ള ഈ പറയുന്ന CPU, ചിപ്സെറ്റ് തുടങ്ങിയ സാധനങ്ങളിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു കമോഡിറ്റി ആയിരുന്നു ഈ പറയുന്ന റാമും SSDയും. അതിന് നൈസായിട്ട് ഡിമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് യവന്മാർ അതായത് ഇവർക്ക് മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള ലോകത്ത് ഈ AI ഉള്ളത് കൊണ്ട് തന്നെ ഈ റാം എന്ന് പറയുന്ന സാധനത്തിന് നല്ല ഒരു ഡിമാൻഡ് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട്, പണ്ടത്തെ ഈ റാം തേടിക്കൊണ്ട് നടന്നത് ഗെയിമറും PC ബിൽഡ് ചെയ്യുന്നവന്മാരും ഈ മൊബൈൽ കമ്പനിയൊക്കെയുള്ള. അപ്പം ആ ഒരു ഡിമാൻഡിനെയും കാട്ടിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു 1 സ്റ്റെപ്പ്, അതായത് ഓറ്റന്മാർ എത്ര കാശ് വേണമെങ്കിലും ഞാൻ തന്ന് ഇത് എടുത്തോളാം എന്ന് പറയുന്ന ചെറ്റത്തരത്തിൽ വന്നതുകൊണ്ട് ഇവന്മാർക്ക് എന്ത് പറ്റി, നമുക്കിനി ഇത് 6,000-ന് വിൽക്കേണ്ട, നമുക്കിതിന് വില കുറഞ്ഞ് വിൽക്കേണ്ട, നമുക്ക് ഒറ്റയടി ഇതിനെ ഹൈ ആക്കാം. ഇപ്പം 32 GB റാം വന്ന് നിൽക്കുന്നത്, LPDDR5ൻ്റെ റാം വന്ന് നിൽക്കുന്നത് ഏകദേശം 50,000 രൂപയാണ്. ഇത് ഇപ്പം മൊബൈൽ റാമിലും എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ്. ഇത് ഇവന്മാർ നൈസായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 50,000 ഈ 50-ന് ആൾക്കാർ കുറച്ച് നാൾ വാങ്ങിക്കും. എന്നിട്ട് ഇവന്മാർ വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിനെ നൈസായിട്ട് ഒരു 35,000-ലോട്ട് ചവിട്ടും. എന്നിട്ട് പറയും ഇതാണ് ഇനി തൊട്ട്, ഇനി നിങ്ങൾക്ക് റാം വേണമെങ്കിൽ ഈ 35,000 രൂപ 32 GB തരേണ്ടി വരുമെന്ന് പറയും. മനസ്സിലായില്ല? ഈ ഒരു വൃത്തികെട്ട ഇൻഫ്ലേഷന് വേണ്ടിയിട്ടാണ് ഈ ചെറ്റത്തരം കാണിക്കുന്നത്. ഇതിൽ ആകെ അഫക്റ്റഡ് ആയി പോയത് ഒരേ ഒരു ആൾക്കാരേ ഉള്ളൂ, നമ്മൾ കസ്റ്റമേഴ്സും കൺസ്യൂമേഴ്സും പെട്ട്. ബാക്കിയുള്ളവന്മാർക്ക് കാശുണ്ടാക്കണുണ്ട്. നമുക്കെന്താണ്, ഇനിയും നമ്മൾ കുറേ EMI എടുക്കും. ഈ പറയുന്ന ഐഫോണിൻ്റെ വില കൂടും. അടുത്ത വർഷം ഇറങ്ങാൻ പോകണം, ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോണിൻ്റെയൊക്കെ വില കൂടും. സാംസങ് SSDയുടെ വില കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവമാനം പെട്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും വിലയും കൂടുകയാണ്. പതുക്കെ ഇൻഫ്ലേഷൻ കൂട്ടുകയാണ്. ഡിമാൻഡുള്ള സാധനങ്ങളാണ് സെൽഫോണ്, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ തുടങ്ങിയ സാധനങ്ങൾ. നമ്മളുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ അതില്ല, നടക്കൂല. അതുകൊണ്ട് നൈസായിട്ട് നമ്മളിങ്ങനെ ദ്രോഹിക്കുക. നമ്മളപ്പം എന്നിട്ട് ഞാൻ പറയില്ലേ, ഇതങ്ങനെയാണേ. ഇതിനെ ഇപ്പോൾ EMI ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ മേടിക്കും. അതിപ്പോൾ എവിടെയെന്നെങ്കിലൊക്കെ ഒരു 5,000 രൂപ, ഒരു 30,000 രൂപയും കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കി ആൾക്കാർ അവരെ പഴയ ഫോണും വിറ്റ് കുറേ കാർഡിൻ്റെ ഇതും വെച്ചിട്ടൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ പൈസ കുറഞ്ഞ് മേടിക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് റിയാലിറ്റി. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇതാണ്. ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ഈ പാവപ്പെട്ട ഞാൻ മണ്ടനാണെന്ന് എനിക്കൊക്കെ പറയായിരിക്കും, പക്ഷേ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നാട്ടുകാരെ ഞാൻ പറയും, റാമിന് അവന്മാർ നോക്കിയപ്പം ഇപ്പോൾ ഒരു ഹൈ ഡിമാൻഡ് ഉണ്ട്, ഇനി അങ്ങോട്ടും ഈ AI ഉള്ളത് കൊണ്ട് ഭയങ്കര ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അവന്മാർ നൈസായിട്ട് വില കൂട്ടിയതാണ്. അതാണ് സത്യം. ഇനിയിപ്പോൾ ചൈന റാം വന്നാൽ പോലും അവർ ചൈന റാമും മറ്റേ റാമിനും വലിയ ഡിഫറൻസ് ഉണ്ട്. മറ്റവന്മാരൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പം നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. ചൈന റാം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന് വിശ്വാസം വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. നമ്മളെയൊക്കെ വലിയ വില കൊടുത്ത് മേടിച്ച് കുത്തി വയ്ക്കണ സാധനമാണ്. ഇതിൽ നിന്നൊക്കെ റാമൊക്കെ ഒന്ന് അടിച്ച് പോയിട്ട് പിന്നെ റീപ്ലേസ്മെൻറ്റ് നടക്കണം. അതൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ തെണ്ടും. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന റാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ പുതിയ തരും. പക്ഷേ അതല്ല ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളുടെ അവസ്ഥ. എന്തായാലും ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഓഫായിട്ടൊന്ന് പോയി, അതുകൊണ്ട് വെരി സോറി. അപ്പം നമ്മളിന്ന് വന്നത് ഷവമി പാഡ് 8 പ്രോയും അതിൻ്റെ ഒരു പേനയും
പിന്നെ കീബോർഡ് വെച്ച് പറഞ്ഞ ഒരു കേസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ഈ സാധനം നമ്മുടെ ദുബായിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഞാൻ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ പറയുമ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് സാധനങ്ങളൊന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ കർത്തവ്യം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഡോൾബി വിഷൻ്റെ അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്. 4 സ്പീക്കറാണ് വരുന്നത്. ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്. 11.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 9700 mAh ബാറ്ററി എന്താണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ബോഡിയാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് HyperOS ആണ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ഇതാ ഇവിടെ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഒക്കെ കാണാൻ പറ്റുന്ന പോലെ അൾട്രാ തിൻ ആൻഡ് എഫേർട്ട്ലെസ് ടു ക്യാരി. അത്യാവശ്യം വെയിറ്റ് ഇല്ല കേട്ടോ, നല്ല സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. സപ്പോർട്ട് ഓൾ ന്യൂ ഷവമി ഫോക്കസ് പെൻ പ്രോ. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിൻ്റെ ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. 3.2K റെസൊല്യൂഷൻ വരുന്ന 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ലീഡിങ് AI എക്സ്പീരിയൻസ് 9700 എന്നാണ് ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണം. 9200 mAh മാസീവ് ബാറ്ററിയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് 22.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർ ചാർജിങ് ഈ സാധനം വെച്ച് ഇതിനൊരു പവർ ബാങ്ക് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തിനാണെങ്കിലും ഇതാണ് ടാബ്ലറ്റ്. നല്ല ഒരു പ്ലാസ്റ്റിക് ഒന്നും അല്ലാത്തൊരു ഇതിലാണ് വരുന്നത്. ടാബ് നമുക്ക് നൈസായിട്ട് മാറ്റി വയ്ക്കാം. അകത്ത് നമുക്ക് ചാർജർ വരുന്നുണ്ട്, കേബിളും വരുന്നുണ്ട്. ചാർജറും കേബിളും. ചാർജർ എത്രയുണ്ട് ഇടയിൽ? 67 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഗ്ലോബൽ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു മൂഡ് വന്നേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള മൂഡാണിത്, മറ്റേതല്ല. ഇവിടെ ഒരു പരന്ന മൂഡാണ്. എന്തായാലും 67 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി നൈസ്. നമുക്കൊരു 90 വാട്ട് കൊടുക്കാമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, എന്തെങ്കിലും തരണമുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പുറത്തെ സൈഡിൽ Type A to Type C ഒരു കേബിള് നമുക്ക് വേണ്ട ഈ സൈഡിലുണ്ട്. Type A to Type C കേബിള്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് EUൻ്റെ സ്റ്റാൻഡേർഡ്സിൽ വരുന്നതുകൊണ്ടാണ് മറ്റേ ആ പല്ല് വന്നത് കേട്ടോ, മറ്റേ ചാർജറിൽ. എന്തിനാണെങ്കിലും കൊള്ളാം. എവിടെ നോക്കട്ടെ, അടച്ചു വയ്ക്കി. അപ്പോൾ ഷവമീര പാഡിൻ്റെ അകത്ത് ഇത്രയും വലിയ പെട്ടിയിനകത്ത്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ പാഡിൻ്റെ പെട്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് തൻ്റെ ഈ സാധനമാണ്, ഷവമി പാഡിൻ്റെ 8 Pro കീബോർഡ്. ഇത് 8നും 8 Proയ്ക്കും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാം, നോക്കണ്ടോ. ഇതൊക്കെ മേടിച്ച് നല്ലത്. കീബോർഡ് വെച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ലാപ്ടോപ്പിനെയൊന്നും അങ്ങനെ മാറ്റാൻ പറ്റൂലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ഇമെയിൽ അയക്കണമെങ്കിൽ, വല്ലതൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ, നോട്ട് എഴുതണമെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനമാണ്. നിങ്ങളൊരു ഓഫീസ് ഗോയിങ് ആൾക്കാർക്ക് ഇമെയിൽ നോക്കണം, നിങ്ങളുടെ അവിടെ വെച്ചിട്ട് ഓൺ ദ ഗോ ഇമെയിൽ നോക്കുക, സിനിമ കാണുക, ഇതിനൊക്കെയാണ് ഈ പറയുന്ന ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സൊക്കെ മെയിൻലി നിങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹൈ എൻഡ് ഒരു സാധനം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ആപ്പിളിൻ്റെ ഐപാഡോ ഐപാഡ് പ്രോയോ ഒക്കെ മേടിക്കുക. ഇതെന്ന് പറയുന്നത് ഒരു ലൈറ്റ് യൂസർ ഹൂസ് ലൈക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ സാധനമാണ്. ആൻഡ് ഇങ്ങനെ കീറിപ്പറിയുന്ന സാധനമാണ് നമുക്കിവിടെ കിട്ടണത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കീറിപ്പറിച്ച് ഞാൻ മനോഹരം, നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനമാണ് നമുക്കിവിടെ വരണത് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഈ സാധനത്തിന് ഇവിടെ വയ്ക്കണം, നമ്മുടെ ടാബിന് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കും. അതാണ് പരിപാടി. പിന്നെ നമുക്കുള്ളത് ഫോക്കസ് പെൻ പ്രോ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് അത്യാവശ്യം അടിപൊളി സാധനമാണ് കേട്ടോ. എന്താണെങ്കിലും നമുക്കിത് ഓൺ ചെയ്യാം. ഈ കാണുന്നതാണ് ഷവമിയുടെ 8 Pro. ഓക്കെ, സാധനം കൊള്ളാം. ദാണ്ട് ഇവിടെ 50 മെഗാപിക്സലിൻ്റെ റെയർ ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ദാണ്ട് ഇവിടെയാണ് നമ്മുടെ മറ്റേ ഈ കീബോർഡ് അറ്റാച്ച് ചെയ്യാനുള്ള പിന്ന് വരുന്നത്. കിടിലൻ സാധനം. നമുക്ക് ഇവിടെ നമുക്ക് പേന വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ വരുന്നുണ്ട് സൈഡിൽ. ഈ പറയുന്ന പവർ ബട്ടണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. 4 സ്പീക്കർ, ഡോൾബി അറ്റ്മോസിൻ്റെയൊക്കെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
ടൈപ്പ് സിയുടെ ചാർജിങ് ആണ് വരുന്നത്, വിച്ച് ഇസ് USB സ്റ്റാൻഡേർഡ് 3.2 Gen 1 ആണ് വിത്ത് ഡിസ്പ്ലേ പോർട്ട്. അതായത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ചെറിയ പോർട്ടബിൾ മോണിറ്ററിലോട്ടൊക്കെ ഈ സാധനം കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. നമുക്ക് ഫ്രണ്ട് ഇതാണ്ട് ഇവിടെയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത്. 32 മെഗാ പിക്സലാണ് കേട്ടോ. കുറച്ചും കൂടെ മറ്റേത് പണ്ട് 13 8ഒക്കെയാണ് തന്നുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഈ ബാക്ക് ക്യാമറ അപ്പോൾ അത്യാവശ്യം നൈസാണ്. 50 മെഗാ പിക്സലിൻ്റെ AI ക്യാമറയാണ്. അത്യാവശ്യം നിങ്ങളുടെ വീഡിയോ കോള് പരിപാടിക്കൊക്കെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരാൾക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെങ്കിൽ ഡോക്യുമെൻ്റൊക്കെ ഫോട്ടോ എടുത്ത് അയക്കണമെങ്കിലൊക്കെ ഈ ബാക്ക് ക്യാമറ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഒരു റിംഗ് ഫ്ലാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേർ യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. എന്താണെങ്കിലും നമുക്ക് സമയം വൈകാതെ ഇതിനെ ഓൺ ചെയ്യാം. ഷൗമി എന്ന് എഴുതി വന്നിരിക്കുകയാണ്, പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. വെരി വെയ്റ്റ്ലെസ്. നമുക്ക് ഒരിക്കലും ഞാൻ പറയാം അത്യാവശ്യം നല്ല ഒറ്റ കൈ കൊണ്ട് തന്നെയൊക്കെ യൂസ് ചെയ്യാം. മറ്റേത് ബാക്കിയുള്ള പാഡൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഭയങ്കര ഹെവി വെയ്റ്റാണ്. ഇവിടെ ഹൈപ്പർ OS എന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ, ഞാനൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. എവിടെ ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ടാബ്ലറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പേന അവർ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പെൻ, ഷൗമിയുടെ ഒരു പേന, ഫോക്കസ് പെൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്നതല്ല. സോ ഇതിന് നമുക്കിവിടെ കുറച്ച് പരിപാടി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മീ ക്യാൻവാസ് എന്ന് പറഞ്ഞ പരിപാടി എടുത്തിട്ട് ഇതിലിങ്ങനെ എടുത്താൽ നമുക്ക് ഇതേപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ ബ്രഷും ഇതേപോലെ ബ്രഷും 2 പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ ഇറേസർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്കിത് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനത്തിൽ നമുക്ക് മറ്റേ ഈ ആപ്പിളിൻ്റെ ഒക്കെ ഇതിലുള്ളത് പോലെ തന്നെ കണ്ട ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമനുസരിച്ചിട്ടേ അതായത് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു പരിപാടിയും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഹോവറിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പേന അത്യാവശ്യം നൈസാണ്, ഭയങ്കര നല്ല റെസ്പോൺസീവാണ്. ഐ തിങ്ക് ഇത് ടച്ച് റെസ്പോൺസീവ് ഇസ് മച്ച് ബെറ്റർ. ഈവൻ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സൈനും കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റിലൊക്കെ സൈൻ ഇടണമെങ്കിൽ ഇറ്റ്സ് വെരി, ഞാൻ പറയാം നമുക്കൊരു ലേറ്റൻസി പരിപാടിയൊന്നും എനിക്ക് അധികം എവിഡൻ്റ്ലി ഇതിൽ കണ്ടില്ല. സോ ആക്ച്വലി അപ്പോൾ ദിസ് പേന ഈസ് വെരി നൈസ്. ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്ങിലോട്ട് പോകും. അതേപോലെ നമുക്കൊരു കീബോർഡ് പരിപാടി വരുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ടാബ്, ഐ മീൻ ഒരു കേസാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു കീബോർഡുണ്ട്, വേറെ നമുക്കൊരു ട്രാക്ക് പാഡും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് വെറുതെ നോർമലായിട്ട് ടൈപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ള പരിപാടിക്ക് ദിസ് ഇസ് ആക്ച്വലി പ്രെറ്റി നൈസ്. ലൈക്ക് ഐ സെഡ്, ഓൺ ദ ഗോ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടച്ചിനെയും കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അത്യാവശ്യം ടാക്ടൈലായിട്ടുള്ള നല്ല കീ ട്രാവലിംഗ് ഒക്കെ ഉള്ള ഒരു കീബോർഡാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് മെക്കാനിക്കൽ കീബോർഡ് ഫോർ ഒബ്വിയസ്ലി. ബട്ട് നമുക്കിതുപോലൊരു ഇതിനെ മടക്കി കഴിഞ്ഞാൽ വി ക്യാൻ ലൈക്ക് എന്താ പറയുക ഇതേപോലെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു അത്ര ഇറ്റ്സ് നോട്ട് വെരി എന്താ പറയുക ഭയങ്കര സ്ലിം ആൻഡ് സ്ലീക്കായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ തുറക്കണമെങ്കിലും ഇറ്റ്സ് വെരി സിമ്പിൾ. ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇതേപോലെ നമുക്ക് കിടിലം കുറേ ഹോം സ്ക്രീൻ സെറ്റപ്പൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇതിൻ്റെ ഒരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ, നമുക്കൊരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ അതല്ല, ഇത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് LCD പാനലാണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. ഇറ്റ്സ് വെരി സ്മാർട്ട്, ബട്ടറി സ്മൂത്ത്. നമുക്ക് 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് പറഞ്ഞത്. 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഇറ്റ്സ് പ്രിറ്റി ബ്രൈറ്റ്. ഈവൻ ഔട്ട്ഡോറിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും. നോട്ടിഫിക്കേഷൻ ഇവിടെയാണ്. നമുക്ക് അതേപോലെ തന്നെ വി ഹാവ് ലോഡ് ഓഫ് ഓപ്ഷൻസ്, വി ഹാവ് ലോഡ് ഓഫ് പരിപാടികൾ ഹിയർ. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ടും കുറേ പരിപാടികൾ. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈപ്പർ OS 3-ലാണ് ഈ സാധനം ഓടുന്നത്. നമുക്ക് 256 GB സ്റ്റോറേജാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ ചിപ്സെറ്റ് വിച്ച് ഇസ് 4.32 GHz ഒരു പ്രൈമറി കോർ ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 GB റാം വരുന്നുണ്ട്.
നമുക്കൊരു 512 GB സാധനം വരുന്നത്. പക്ഷേ ഇതിൽ വൈഫൈ മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് ഹാവ് സെല്ലുലാർ കണക്ടിവിറ്റി. അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് സിം ഇടാൻ പറ്റത്തില്ല ഈ ഒരു ടാബിൽ. കൂടെ അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മോഡുണ്ട്. ദിസ് ഇസ് ലൈക്ക് വർക്ക് സ്റ്റേഷൻ മോഡ്. ഇവിടെ നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി കൂൾ. ഇതേപോലെ വി ക്യാൻ ഓപ്പൺ ലോഡ് ഓഫ് ആപ്സ് ഹിയർ. ഇതേപോലെ എന്നിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനെ വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ ആക്കാം, ഫുൾ വിൻഡോ ആക്കാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനത്തെ കുറച്ച് പരിപാടി വരുന്നുണ്ട്. ഇനിയും നമുക്ക് ആപ്പുകൾ തുറക്കാൻ പറ്റും ഇതിൽ. ഹോം ഇതേപോലെ ക്ലിയർ ചെയ്യട്ടെ. സോ അങ്ങനെയൊക്കെ പരിപാടി വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് വയർ ചാർജിങ് വരുന്നുണ്ട്. 22.5 വാട്ടിൻ്റെ ഇതൊരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം. 9200 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട് കേട്ടോ. യു ക്യാൻ ആക്ച്വലി അൺലോക്ക് ഇറ്റ് വിത്ത് യുവർ ഫിംഗർ പ്രിൻറ്റ്. ഈ പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് പരിപാടി വരുന്നുണ്ട്. ഫാസ്റ്റ് ആൻഡ് സ്നാപ്പിയാണ്. ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. നല്ല ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് വരുന്നത്. 50 MP റെയർ ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ അത്യാവശ്യം നിങ്ങളുടെ ചെടിയുടെയും മറ്റേതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വെച്ച് എടുക്കാം. ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു ദാറ്റ്. അതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p 30 FPS വരെ സപ്പോർട്ടുള്ളൂ. 32 MP ക്യാമറ സെൻസറുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ ചിപ്സെറ്റുമാണ്. എന്തുകൊണ്ട് അവർ ഫ്രണ്ട് ക്യാമറയിൽ 4K കൊടുത്തില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. പിന്നെ നമ്മൾ ഓട്ടോ ഇങ്ങനെ കണ്ടുപിടിക്കണം ആ സാധനമൊന്നുമില്ല കേട്ടോ. സോ ബട്ട് ദിസ് ഇസ് ദ ക്വാളിറ്റി ഓഫ് ദ ഫ്രണ്ട് ക്യാമറ. 32 MP ക്യാമറ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് വീഡിയോ കോൾ മറ്റേ ഗൂഗിൾ മീറ്റ്, സൂം കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. പിന്നെ ഓറിയൻറ്റേഷൻ കറക്റ്റാണ്. ലാൻഡ്സ്കേപ്പിലായതുകൊണ്ട് നമ്മളെ കണ്ണൊക്കെ കറക്റ്റ് ആൾക്കാർക്ക് സംസാരിക്കണ പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. യൂഷ്വലി അമ്മ ക്യാമറ എടുത്ത് അവിടെ വയ്ക്കും, അത് ശോകമാണ്. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമസ്കാരം ഗൈസ്. ഇത് 4K വീഡിയോ റെക്കോർഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ഫ്രം മൈ ടാബ്ലറ്റ്. 50 MP. ഇതിപ്പോൾ എൻ്റെ മോന്ത വരണമെങ്കിൽ എനിക്കിങ്ങനെ പിടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് 50 MP AI ക്യാമറയാണ്. നിങ്ങൾ 4K വീഡിയോ റെക്കോർഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4K 60 കേട്ടോ ഇത് പോണത്. 50 MP ക്യാമറ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഷൗമി പാഡ് 8 പ്രോയിൻ്റെ ബാക്ക് ക്യാമറ വെച്ചിട്ടുള്ള ക്ലാരിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടാബ് വെച്ചൊന്നും അങ്ങനെ ആരും വീഡിയോ എടുക്കാറില്ല. അങ്ങനത്തെ ഒരു ആവശ്യം വരുമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കിത് ഇത് കാണിച്ചു കൊടുക്കണം. ഇതിനൊക്കെ പറ്റും. മനസ്സിലായോ? കണ്ടോ എൻ്റെ ടോയ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഇതാണ് എൻ്റെ PC എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി നടത്താം. ഇതിൽ നമുക്ക് 2x ഒക്കെ ഡിജിറ്റലാണ് കേട്ടോ. 1x വരെ ഉള്ളൂ ഒപ്റ്റിക്കൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. അപ്പോൾ അതാണ് ഫ്രണ്ട് ക്യാമറ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇതെവിടെ ഇതാണ് ആപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരേ സമയത്ത് ഒരുപാട് ആപ്സ് നമുക്ക് ഇതിൽ തുറക്കാൻ പറ്റും. ഈ ഒരു പ്രത്യേക മോഡിൽ ഈ മോഡിൽ ഈ പറയുന്ന വിൻഡോ മോഡിൽ നമുക്ക് ഒരുപാട് ആപ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും. വി ക്യാൻ ജസ്റ്റ് സെലക്ട് അനദർ വൺ വിച്ച് ക്യാൻറ്റ് ബി ഏതാടെ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഗെയിം ഓപ്പൺ ചെയ്യാം. അതെടുത്ത് ഇങ്ങനെ ഇടാം. പിന്നെ നമുക്ക് ഇനിയും ഓപ്പൺ ചെയ്യാനുള്ള ആപ്പുകളുണ്ടാ. എവിടെയുടെ ഇൻസ്റ്റാഗ്രാം എവിടെയുടെ എൻ്റെ പൊന്നോ എന്തൊരു കഷ്ടമാണോ. എന്നിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ മിനിമൈസ് ചെയ്യാം. എടുത്ത് സൈഡിൽ ഇട്ട് വയ്ക്കാം. ഇതിനൊക്കെ എടുത്ത് സൈഡിൽ ഇടാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ വി ക്യാൻ ആക്ച്വലി ഇറ്റ്സ് വെരി പ്രിറ്റി. ഇനിയും ചെറുതാക്കാം. അതേപോലെ അത് തട്ടിയിടുക, ഇതിനെ തട്ടിയിടുക. അതേപോലെ ഇനിയും ആപ്പുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നോക്കിക്കൊണ്ട് നടക്കുന്നത് ആണ്. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഈ സ്നാപ്ഡ്രാഗൻ്റെ 8 ലൈറ്റ് ചിപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തേക്കുള്ള മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. സോ അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനെ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ലൈക്ക് ബാക്ക് ടു ദ പരിപാടി. അഗെയിൻ ഓൾ ദീസ് ആപ്സ് വിൽ ബി ദെയർ. നമുക്കിതേപോലെ
ഇനിയും ഫ്ലോട്ടിംഗ് വിൻഡോ ചെറുതാക്കിയിട്ട് ഇതേപോലെ മിനിമൈസ് ചെയ്തിടാം. വേണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് 2 ആപ്പ് എന്നുള്ള രീതി ഇതിൽ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണത്, എന്നൊന്നും വിഷയമൊന്നുമല്ല. ഒരേ സമയത്ത് അതിടാം. നമുക്കൊരു ഫ്ലോട്ടിംഗ് വിൻഡോ എടുത്ത് ഓപ്പൺ ചെയ്തിടാം. സോ ദോസ് തിങ്സ് ആർ ഓൾസോ ദെയർ. ഇതെടുക്കുക. Then we can just we can do this and we can put a floating window like that. അപ്പം ഒരേ സമയത്ത് നമുക്ക് ഇതിട്ടിട്ട് നമുക്കിങ്ങനെ ഫ്ലോട്ടിംഗ് വിൻഡോയിലും കാര്യങ്ങൾ നോക്കാൻ പറ്റും. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് യു ക്യാൻ ഡു വിത്ത് ദിസ് പെർട്ടിക്കുലർ ഐറ്റം. നല്ല ലൗഡായിട്ടുള്ള ഒരു സ്പീക്കേഴ്സാണ് വരുന്നത്. 4 സ്പീക്കർ വരുന്നുണ്ട്, വിച്ച് ഇസ് വെരി ലൗഡ് ഇൻ മൈ ഒപ്പീനിയൻ. അത്യാവശ്യം ലൗഡാണ്. എൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ള എല്ലാം ഇപ്പോൾ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുപ്പിക്കുകയാണ്. നല്ല വോളിയാണ് കേട്ടോ. റാം, അൾട്രാ ഫാസ്റ്റ് റാം എന്ന് പറയാം. പിന്നെ ഇങ്ങനെ റൊട്ടേഷൻ ഉള്ള കാര്യം പറയാം. ഇതാണ് കേട്ടോ ഫോൺ, നമ്മുടെ ചെക്ക് ഡിസൈൻ. ഇതേപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതായിക്കോട്ടെ, നല്ല വോളിയമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണണമെങ്കിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, യൂട്യൂബിൽ HDR വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പിന്നെ ആപ്പ് സപ്പോർട്ടീവാണ്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ് നമുക്ക് ഈസിലി ആക്സസിബിളാണ്. ഇതേപോലത്തെയൊക്കെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുള്ള സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് കാണാം. ഇപ്പം ഞാനത് സിനിമ എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം അടിക്കും കോപ്പി റൈറ്റ്, അതുകൊണ്ടാണ് അടിക്കാത്തത്. ബട്ട് ദ ഡിസ്പ്ലേ ഇസ് വെരി നൈസ്, നല്ല നൈസായിട്ടുള്ള. പിന്നെ നമുക്കിതിൽ ഡിസ്പ്ലേ തന്നെ വിവിഡ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഭയങ്കര കളർ കൂടിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മളിതിൽ കയറിയിട്ട് കളർ സ്കീം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിവിഡ് ഉണ്ട്. ഇറ്റ് വിൽ പോപ്പ് ദ കളേഴ്സ് എ ലോട്ട് മോർ. എനിക്ക് പക്ഷേ ഈ ഒറിജിനൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. റിഫ്രഷ് റേറ്റ് 144 ഹെർട്സിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഫീച്ചേഴ്സ് കണക്ടിവിറ്റിയുടെ പരിപാടിയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഫോണ്, അതായത് ഇതിപ്പോൾ ഷവമിയുടെ അൾട്രയാണ്. ഇപ്പോൾ ഇതേ സാധനം നമുക്ക് ഇതിനെ മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ഇവിടെ പോയിട്ട് ഇൻ്റർ കണക്ടിവിറ്റി പോയിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഫോണിന്, അതായത് ഈ ഫോണും ഈ ടാബ്ലറ്റും ഷവമിയുടെ അക്കൗണ്ടുണ്ട്, ഷവമിയുടെ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഫോണിനെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് തട്ടാം. ജസ്റ്റ് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലെ നമുക്ക് നമ്മളുടെ ഫോണിനെ മിറർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫോണിൻ്റെ ക്യാമറയെ നമുക്ക് ഇതിൻ്റെ ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പരിപാടി വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്യാം. ഇൻ്റർ കണക്ടിവിറ്റിയിൽ വി ക്യാൻ ടേൺ ദിസ് പെർട്ടിക്കുലർ ഏതൊരു ഫോണിനെയും നമുക്ക് അതിൻ്റെ ഇതിലായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോസ് ഡിവൈസ് പരിപാടികൾ വരുന്നുണ്ട്. നമുക്കൊരു വയർലെസ് ഡിസ്പ്ലേ ആയിട്ട്, ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. ഇതിപ്പോൾ ഇവിടെ ഇത് വന്ന് കിടപ്പണം, എൻ്റെ മോണിറ്ററാണ്. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിളിൻ്റെ ഇത് മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ആപ്പിളിൽ ഞാനിപ്പോൾ എന്താണ് കാണുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ മിററിങ് ഇതാണ് ഇത് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ഇത് എൻ്റയർ അതാണ് ഈ കാണുന്നതാണ് ഇപ്പോൾ എൻ്റെ മാക്ബുക്കിൻ്റേത്. ഐ ക്യാൻ ആക്ച്വലി ഷോ ദിസ് ടു എൻ്റയർ ഡിസ്പ്ലേ. ദിസ് ഈസ് വാട്ട് ഐ എം സീയിങ് ഇൻ മൈ ലാപ്ടോപ്പ് റൈറ്റ് നൗ. നമുക്കിതിൽ മൗസ് ഇതേപോലെ തന്നെ നമ്മളെ മൗസ് കണക്ട് ചെയ്തേക്കുന്ന മൗസിനെ നമുക്ക് ഇതിലോട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കിത് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇതിൽ നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ you can actually do that. So this is my MacBookൻ്റെ ഹോം സ്ക്രീൻ. സോ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് പോയിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ വേറൊരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആയിട്ടും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദോസ് തിങ്സ് ക്യാൻ ബി ഡൺ. സോ സ്റ്റോപ്പ് മിററിങ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളുടെ പരിപാടിയിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർ കണക്ടിവിറ്റിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. NFC വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്.
പിന്നെ പിന്നെ പൈററ്റ് DNS അറിയാമല്ലോ, അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരു DNS ഇതിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. നമുക്ക് ആഡ്സ്, അനാവശ്യമായിട്ടുള്ള ആപ്സും കാര്യങ്ങളൊന്നും വരത്തില്ല, ആഡ്സ് ഒന്നും വരത്തില്ല. പിന്നെ നമുക്ക് AI പരിപാടികളായിട്ടുള്ള സകല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് AI ക്യാപ്ഷൻസ് ആയിക്കോട്ടെ, AI സബ് ടൈറ്റിൽസ്, AI റൈറ്റിംഗ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട്. നമുക്ക് ജെമിനിയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. ജെമിനി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. AI റൈറ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് AI ആർട്ട് എന്ന് പറയുന്നൊരു സാധനം വരുന്നുണ്ട്. അതായത് റഫ് ആയിട്ടുള്ള ഡ്രോയിങ്ങിനെ നമുക്ക് AI വെച്ചിട്ട് നല്ലൊരു ഡ്രോയിങ് ആക്കാനുള്ള സാധനം. AI ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നൊരു പരിപാടി വരുന്നുണ്ട്. ഇതിൽ AI ബ്യൂട്ടിഫിക്കേഷൻ, AI ഇമേജ് എക്സ്പാൻഷൻ, AI ഇറേസ് പ്രോ, കട്ടൗട്ട്, AI ഫിലിം, ക്രിയേറ്റ് സിനിമാറ്റിക് AI വീഡിയോ വിത്ത് മൾട്ടിപ്പിൾ ഇത് വെച്ചിട്ടുള്ളൊരു സാധനം. ടെംപ്ലേറ്റ് പരിപാടികളാണ്. AI സ്പീച്ച് റെക്കഗ്നിഷൻ, അതായത് നമ്മളൊരു മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്ഷനും അതിൻ്റെ സ്പീക്കേഴ്സിനെയൊക്കെ നമുക്ക് അവർക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരാളാണ് സംസാരിക്കുന്നതൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യാം, നമുക്കത് സമ്മറൈസ് ചെയ്യാം, നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വേറെ ലാംഗ്വേജ് ആണെങ്കിൽ ഐ തിങ്ക് ഹിന്ദിയൊക്കെ കാണത്തുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ സാധനം വരുന്നുണ്ട്. പിന്നെ AI ട്രാൻസ്ലേഷൻ, ഫേസ് ടു ഫേസ്, അതിങ്ങനെ വെച്ചിട്ട് അവരെന്ത് പറയുന്നു നമുക്കെന്ത് പറയുന്നു അത് സാധനം ടേൺ ഓൺ മൈക്ക് ഓട്ടോമാറ്റിക്കലി, മൾട്ടിപ്പിൾ ട്രാൻസ്ലേഷൻ, ലേ ഔട്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. കോള് വരികയോ അല്ലെങ്കിൽ കോൺഫറൻസ് കോളിൽ ഏതെങ്കിലും ഭാഷ അറിയാത്ത പരിപാടിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് കോൾസ് ആൻഡ് ഇൻ കോൺഫറൻസസ് ഒക്കെ. പിന്നെ സബ് ടൈറ്റിൽസ്, റിയൽ ടൈമിൽ നമുക്ക് കാണുന്ന വീഡിയോയ്ക്ക് നമുക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും. പിന്നെ AI സെർച്ച് വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ AIയിലും നമുക്ക് ഈ സാധനം തരുന്നുണ്ട്. സോ ഓൾസോ യു ക്യാൻ സ്കാൻ യുവർ ഡോക്യുമെൻറ്റ്, ഓൾ ദോസ് തിങ്സ് വിത്ത് സ്കാനർ വിച്ച് ഇസ് ആക്ച്വലി പ്രിറ്റി കൂൾ. പിന്നെ നമുക്ക് എന്ന് പറയേണ്ട ഒരു മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ, ഒരു ഗെയിമിങ്ങും അടിപൊളി തന്നെയാണ്. ഇതിൽ നമ്മൾ ഒരുപാട് ഗെയിംസ് ഞാൻ അത്യാവശ്യം കളിച്ച് നോക്കിയായിരുന്നു. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഗ്രിഡ് ലെജൻഡാണ്. ഗ്രിഡ് ലെജൻഡ് ആയിക്കോട്ടെ, പ്രിൻസ് ഓഫ് പേർഷ്യ ആയിക്കോട്ടെ, BGMI ആയിക്കോട്ടെ, PUBG ആയിക്കോട്ടെ, നമ്മുടെ ഫുട്ബോൾ കളി ആയിക്കോട്ടെ, ഏതൊരു ഗെയിമും ഈസി ആയിട്ട് ഒരു കുഴപ്പമില്ല അതിൽ വർക്കാവും. ഞാൻ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൻ്റെ 8 ലൈറ്റിൻ്റെ ചിപ്സെറ്റ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ഗെയിംസും അതിൻ്റേതായ ഫുൾ ഗ്രാഫിക്സിൽ തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. സോ ഞാൻ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ചൊക്കെ ആ ഗെയിം കാണിച്ചു തരാം. ബട്ട് ഐ സെഡ് ഇറ്റ്സ് വെരി നൈസ്. ഇത് അത്യാവശ്യം 11.2 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഇങ്ങനത്തെയൊക്കെ സ്പോർട്സി ഇതേപോലത്തെ റേസിങ് ഗെയിംസൊക്കെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. എനിക്ക് ഈ പാഡ് വെച്ചിട്ട് ഈ BGMI കളിക്കാൻ ഭയങ്കര പാടാണ്. അത് പേഴ്സണൽ എൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ അതിൽ പറ്റുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് വെരി ഈസി. പക്ഷേ എനിക്ക് പേഴ്സണലി പറ്റൂല. അതേപോലെ അപ്പം പ്രിൻസ് ഓഫ് പേർഷ്യ പോലത്തെ ഗെയിമും വളരെ സീക്രട്ട് എന്തോ അയക്കണത് എന്തെങ്കിലും ആവട്ടെ, അത് ഞാൻ പിന്നെ വാങ്ങിക്കോളാം. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറയേണ്ട ജിമ്മിയായിട്ടുള്ള കുറേ പരിപാടികൾ വരുന്നുണ്ട് ഗൈസ്. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സംഭവം സീക്രട്ട് ഒന്നുമില്ല. സീക്രട്ട് ഒരു ഡൗട്ട് ചോദിച്ചാണ്, ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. സീക്രട്ട് ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഇതാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ UI ഇതാണ്. ഇപ്പോഴായിട്ടാണ് ആപ്പിളിന് ഇങ്ങനത്തെ ഒരു UI വന്നത്. ബട്ട് നിങ്ങൾക്ക് റീലൊക്കെ കാണണമെങ്കിലൊക്കെ ഇതേപോലെ ഇരുന്ന് സിമ്പിളായിട്ടിരുന്ന് കാണാം. സീക്രട്ട് അയച്ച സാധനം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഒറിജിനലാണോ എന്നാണ്. ഈ ഫോണിൽ ഒറിജിനലാണ്, ഇങ്ങനത്തെ ഒരു ഫോണുണ്ട്. കോപ്പിറൈറ്റ് അടിക്കേണ്ട. ഇത് പഴയ ഒരു ഫോണാണ്, ലൈറ്റ് എന്ന് പറയുന്ന സാധനം. ഇത് പണ്ടത്തെ ഒരു ഫോണാണ്. ഇതേപോലത്തെ ഫോൺ ഒറിജിനലി ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പം സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ആപ്സും ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് UFS 4.1 LPDDR5 റാമാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്, 8GB. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റാമാണ്. സോ വി ആർ യൂസിങ് ദാറ്റ് ആസ് വെൽ. പക്ഷേ ആപ്പ് മാനേജ്മെൻറ്റ് പോരാ. ഞാൻ ഇത്രയും നേരം ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് തേർച്ച് കയറിയപ്പം ആ ഗെയിം പോയി. അത് വല്ലാത്തൊരു ശോക പരിപാടിയായിട്ടാണ് എനിക്കിപ്പം തോന്നിയത്. ബിക്കോസ് അങ്ങനെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഗെയിം ഒന്നെങ്കിൽ ഇത് ഹൈ ഗ്രാഫിക്സ് പരിപാടി ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ മോശമായി പോയി. പക്ഷേ ഞാൻ പറയില്ല, ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല. സോ യു ക്യാൻ ഈസിലി സ്വിച്ച് ലൈക്ക് ദിസ്. ഓക്കെ,
നീ വായിക്കുമ്പോൾ മറ്റേത് പിന്നെ റീസ്റ്റാർട്ടാവും. പിന്നെ റീസ്റ്റാർട്ടായി. ഞാൻ പോലെ ഈ ഗെയിം ഒന്നുകിൽ ഈ ഗെയിമിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ റാം മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ബട്ട് അഗെയിൻ നമുക്ക് ഗെയിം കളിക്കാനൊന്നും ഒരു വിഷയമില്ല. ഇറ്റ്സ് ഈസി ടു പ്ലേ ആൻഡ് ഇതാണ് ഗെയിം പ്ലേ. ഇതേപോലെ ഇരുന്ന് സില്ലിയായിട്ട് കളിക്കാൻ പറ്റില്ല. നല്ല ഇതാണ്, ഗ്രാഫിക്സൊക്കെ ആയിക്കോട്ടെ, എല്ലാം ചില ജില്ലായിട്ട് തന്നെ ഇരുന്ന് ഇത് കളിക്കാം, ഒരു കുഴപ്പമില്ല. സോ ഹൈ എൻഡ് ഗ്രാഫിക്സ് ഗെയിം വരെ യു ക്യാൻ പ്ലേ ഇറ്റ് ലൈക്ക് ഫ്ലോലെസ്ലി. ഓക്കെ, അപ്പം നല്ലൊരു ടച്ച് റെസ്പോൺസീവ് സാധനങ്ങളൊക്കെ വേണം. നമുക്ക് ഈ കീബോർഡ് വെച്ച് വേണമെങ്കിൽ ഈ ഗെയിം കളിക്കാം കേട്ടോ. സോ അതും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് കീബോർഡ് ആഡ് ചെയ്യാം, നമുക്ക് വയർലെസ് മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ PS5 ഒക്കെ കൺട്രോളർ ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു സാധനം നോക്കാം. നല്ല പോലെ ആ ഒരു റിഫ്ലക്ഷൻ ആക്കണ്ട, ഒരു സൺലൈറ്റിൻ്റെ ഇതും അങ്ങനെ നല്ല രസമുണ്ട്. നമുക്കിപ്പം കാറ് കൊണ്ട് ഇടിച്ചൊക്കെ കഴിഞ്ഞാൽ കാറ് മൊത്തം പൊളിയും. അങ്ങനെയൊക്കെ ഉള്ള ഗ്രാഫിക്സ് പരിപാടികൾ, മഴ എല്ലാം നല്ല ജില്ലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ സെറ്റാണ് ഇതിൽ. സോ ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തന്നുള്ളൂ. ഇനിയിപ്പം നമുക്കൊരു നോട്ട്, ഇപ്പം ഞാൻ പറയാം ഈ ഒരു കീബോർഡും അത്യാവശ്യം നൈസാണ്. ഞാൻ പറയാം ആ ട്രാക്ക് പാഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമാക്കാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി ഒരു ഫീലുണ്ട്. ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ പറയാം. ഇറ്റ്സ് വെരി ഈസി. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടിരുന്ന് ടൈപ്പ് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ടാബ് തരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഹ്യൂജ്, ഇറ്റ്സ് വെരി എന്താ പറയുക, കറക്റ്റ് സൈസാണ്. സിനിമ കാണാനായിക്കോട്ടെ എന്തിനും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഫോർ മൾട്ടിമീഡിയ കൺസെപ്ഷൻ, ഫോർ പ്രൊഡക്ടിവിറ്റി അത്യാവശ്യം. ദിസ് ഇസ് നോട്ട് ഗോണ റീപ്ലേസ് യുവർ എൻറ്റയർ ലാപ്ടോപ്പ് ഓർ എനിത്തിങ്. പക്ഷേ ഓൺ ദ ഗോ, ഓൺ മൊബൈൽ, ഇഫ് യു വോണ്ട് ടു ഡു സം കുറച്ച് ഗെയിമിങ്, സിനിമ, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റീവ് പരിപാടി. ആൻഡ് ലൈക്ക് ഐ സെഡ്, ദിസ് പെൻ, ഈ പറയുന്ന പേന ഒരു മോശം പരിപാടിയേ അല്ല. ഞാൻ ചുമ്മാ പറയണമല്ല. ഇറ്റ്സ് വെരി എന്താ പറയുക, കുറച്ചും കൂടെയൊക്കെ ഞാൻ പറയും നല്ല ഒരു ഇതുണ്ട്. നമുക്ക് ടച്ച് പരിപാടിയൊക്കെ കുറച്ചും കൂടെയൊക്കെ ടച്ച് സെൻസിറ്റിവിറ്റി അതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ്ട് ഈ സാധനം മാജിക് പേന, ഇത് വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് എന്തിനാണെന്നുള്ളതേ മറ്റേ കൊടുക്കാനുള്ളത് എന്ന് പറയേണ്ട. ദ ഹോൾ ദിസ് പരിപാടി ഈസ് വെരി നൈസ്. അപ്പം നിങ്ങളെന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് പറയാം. ബട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇത് ആക്സസറീസ് ഒക്കെ സെപ്പറേറ്റ് ആണ്. ഈ കീപാഡ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഫോക്കസ് പെൻ ആയിക്കോട്ടെ, ദീസ് തിങ്സ് ആർ അഡീഷണൽ ആയിട്ട് മേടിക്കേണ്ട സാധനങ്ങൾ. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇതാണ് നമ്മുടെ ഷവമി പാഡ് മിനി. ഇതാണ് ഞാൻ എത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം കേട്ടോ. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ടാബ്. പക്ഷേ അതിൻ്റെ സൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതൊരു കംപ്ലീറ്റ്ലി ഒരു ചെറിയ ഐറ്റമാണ്. പക്ഷേ ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലുതും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇൻഡെപ്റ്റായിട്ട് ഈ ഒരു പാഡിനെ പറ്റി. ഇതാണ് ഷവമി പാഡ് 8 Pro. ഓക്കെ, ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ബേസ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് 2699 dirhams ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഓപ്റ്റ് ഫോർ ദിസ്. സോ ഗ്രേറ്റ് ബാറ്ററി ലൈഫ്, ഗ്രേറ്റ് ക്യാമറ. ഓൾസോ നിങ്ങൾക്ക് 4 മൈക്കൊക്കെ ഇതിൻ്റെ അകത്ത് വരണുണ്ടേ. 4 മൈക്ക്. ഈ ക്യാമറയുടെ ബാക്കിലൊക്കെ ഒരു മൈക്കുണ്ട്. അതൊക്കെ എന്തൊരു കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഉണ്ട് ക്യാമറയുടെ ബാക്കിലുണ്ട് 4 മൈക്കൊക്കെ വരുന്നുണ്ട്. 4 സ്പീക്കർ, USB 3.2. നമുക്കിതിനെ വയർ ഒരു തണ്ടർബോൾട്ട് പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിലോട്ടൊക്കെ കണക്ട് ചെയ്യാം. സോ that's what I have to say about Xiaomi Pad 8 Pro. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കണ്ട് ഈ സാധനം നമുക്കൊരു ബണ്ടിലായിട്ട് കിട്ടും. അതായത് ഈ പറയുന്ന കീബോർഡും ഈ പറയുന്ന പേനയും ഈ പറയുന്ന മറ്റേ പേനയും ഈ സാധനവും കൂടെ 12GB 512GB വേരിയൻറ്റിന് 2699 dirhamsനാണ് പ്രൈസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ ഫീൽ ഫോർ ദാറ്റ് പ്രൈസ് ദിസ് ഈസ് ആക്ച്വലി എ റിയലി ഗുഡ് പ്രോഡക്റ്റ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പെക്ക് വരുന്നുണ്ട്, ബാറ്ററി ലൈഫ് വരുന്നുണ്ട്, ചാർജിങ് സ്പീഡ് വരുന്നുണ്ട്, ഫീച്ചേഴ്സ് വരുന്നുണ്ട്, AI പരിപാടികൾ വരുന്നുണ്ട്. ഞാൻ ഒരു ഓൺ ദ ഗോ ഒരു എന്താ പറയുക, ഒരു
പരിപാടി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കുക. അതായത് നിങ്ങൾക്ക് ഓൺ ദ ഗോ ഒരു മീറ്റിങ്ങിന്, സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ്. എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സിഗ്നേച്ചർ ചെയ്യുക. നിങ്ങൾക്ക് ഓൺ ദ ഗോ നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടത് ഇതിലോട്ട് പകർത്തുക എന്നൊക്കെ പറയുന്ന പരിപാടി നിങ്ങൾക്കിതിൽ ഈസി ആയിട്ട് ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. അപ്പോൾ ആ പ്രൈസിന് നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ ടാബ്ലറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗോ വിത്ത് Xiaomi Pad 8 Pro. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്കിതിൻ്റെ ഒരു വെടിക്കെട്ട് റിവ്യൂ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഇത് നാട്ടിൽ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയുമില്ല. ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് ഇല്ലേ, അങ്ങനെ പോയാൽ 10-50,000 രൂപയാവും. നാട്ടിലൊക്കെ 50-60 രൂപയാവും. പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഞാൻ ആദ്യം ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, അവന്മാർ ഇൻഫ്ലേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ബിക്കോസ് ഡിജിറ്റൽ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്നുണ്ടല്ലോ, ഇനിയും കൂടത്തേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ടാബ്ലറ്റാണിത്. ഇനി മുതൽ എൻ്റെ എന്താ പറയുക ട്രെയിലർ റിയാക്ഷനൊക്കെ ഇതിലായിരിക്കും ഗൈസ്. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓക്കെ ടൈപ്പ് ഇരുന്ന് നോക്കാം. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്.